അരങ്ങേറ്റ മത്സരത്തിൽ 3 വിക്കറ്റുകൾ വീഴ്ത്തി ഞെട്ടിച്ച മലയാളി സ്പിന്നർ വിഘ്നേഷ് പുത്തൂർ കഴിഞ്ഞ 2 മത്സരങ്ങളായി മുംബൈ ടീമിലില്ല. വിഘ്നേഷിന് പകരക്കാരനായി എത്തിയ കരൺ ശർമ്മ മികച്ച പ്രകടനം പുറത്തെടുത്തതോടെ 2 മത്സരങ്ങളിലും അവസരം ലഭിച്ചത് കരൺ ശർമ്മയ്ക്കാണ്. കരണിന്റെ പ്രകടനം കണ്ടപ്പോൾ വിഘ്നേഷിനെ മുംബൈ ഇനി തഴയുമോ എന്ന് സംശയിച്ചവരാണ് ഏറെയും. വിഘ്നേഷ് അവസാനമായി കളിച്ചത് RCBക്കെതിരെയുള്ള മാച്ചിലാണ്. അതിലെറിഞ്ഞ ആദ്യ ഓവറിൽ വലിയൊരു കൂട്ടുകെട്ട് പൊളിച്ച താരത്തിന് പിന്നീട് ഹർദിക്ക് ഓവറുകൾ നൽകിയില്ല. ഇതുവരെ കളിച്ച മത്സരങ്ങളിൽ 2 മാച്ചുകളിൽ മാത്രമാണ് 4 ഓവർ തികച്ചെറിയാൻ വിഘ്നേഷിന് കഴിഞ്ഞത്. 4 മാച്ചുകളിൽ നിന്ന് 6 വിക്കറ്റുകൾ എടുത്ത താരം അടുത്ത മാച്ചിൽ മുംബൈയുടെ ഭാഗമാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതിന് പ്രധാന കാരണം കരൺ ശർമ്മയ്ക്കേറ്റ പരിക്കാണ്. ഹൈദരാബാദിനെതിരെയുള്ള മാച്ചിലാണ് കരണിന് പരിക്ക് പറ്റിയത്. പരിക്കേറ്റ് കയ്യിൽ നിന്ന് രക്തം വന്ന താരം ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങിയിരുന്നു. അദ്ദേഹത്തിന്റെ പരിക്ക് ഭേദമായില്ല എങ്കിൽ അടുത്ത മാച്ചിൽ വിഘ്നേഷ് കളിച്ചേക്കും. ഞായറാഴ്ച ചെന്നൈക്കെതിരെയാണ് മുംബൈയുടെ അടുത്ത മാച്ച്. അവസാന മത്സരം വിജയിച്ച മുംബൈ വിന്നിംഗ് സ്ട്രീക്കിൽ തിരികെ എത്തിയിട്ടുണ്ട്. താരതമ്യേന ദുർബലരായ ചെന്നൈയെ തോൽപ്പിക്കുക എന്നത് മുംബൈക്ക് വലിയൊരു ടാസ്കല്ല.